ഭഗവാൻ അത് സാധിപ്പിക്കും. ന്യായമായ കാര്യമാണ്, മറ്റൊരാൾക്കോ പ്രകൃതിക്കോ ഉപദ്രവമില്ലാത്ത കാര്യമാണെങ്കിൽ ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നതൊരു പരമാർത്ഥമാണ്. അപ്പോൾ അങ്ങനെയിരിക്കും അദ്ദേഹത്തിന് ഒരനുഭവം ഉണ്ടായത്. നദിയിൽ, ഋതമാല നദിയിൽ, അതിലും ഒരു ഗൂഢമായിട്ടുള്ള തത്വം ഉണ്ട്. ഭാഗവതം ശരിക്ക് കേൾക്കുമ്പോൾ നല്ല കാതോർമ്മയോട് കൂടിയിട്ട് കേൾക്കണം. ഓരോ ആവർത്തി കേൾക്കുമ്പോഴും അതേപോലെ ഓരോ ആവർത്തി പറയും തോറും പുതിയ പുതിയ ആശയങ്ങൾ വെളിപ്പെട്ടു വരുന്നതാണ്. സാധാരണ ഒരർത്ഥം മാത്രമല്ല, ഗൂഢമായ അർത്ഥങ്ങളാണ് ഈ പല പുരാണ ഇതിഹാസങ്ങളിലും വെച്ചിരിക്കുന്നത്. രണ്ട് തരം അർത്ഥങ്ങളെപ്പറ്റി പറയും: ലക്ഷ്യാർത്ഥം, വാച്യാർത്ഥം. പുരാണങ്ങൾ 3 ഭാവത്തിലാണ് രചിച്ചിരിക്കുന്നത്. ആധ്യാത്മിക ഭാഷ, പരമത ഭാഷ, ലൗകിക ഭാഷ. അങ്ങനെ 3 ഭാഷകളാണ്. ലൗകിക ഭാഷയിൽ ലൗകികമായിട്ടുള്ള അർത്ഥം അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രുക്മിണി സ്വയംവരത്തിന് പുതുവസ്ത്രം പൂജിക്കുക, മക്കൾക്ക് കല്യാണമായില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ ചെയ്യുക സ്വാമി? പുതുവസ്ത്രമൊക്കെ പൂജിച്ച് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്ത് നല്ല പ്രാർത്ഥിക്കൂട്ടോ എന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിന് അവരെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം ശരിയാണ്, അവർക്കതുണ്ടാവും. അത് ലൗകികന്മാരുടെ. പരമത ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വിഷയങ്ങൾ തന്നെ അനേകം പുരാണങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രാമായണത്തിലും ഒരേ തത്വം തന്നെ, ഭാഗവതത്തിലും ഭാരതത്തിലുമൊക്കെ. എന്താണത്? സത്യം വദ ധർമ്മം ചര. അതാണല്ലോ സത്യം വദ ധർമ്മം ചര. ധർമ്മത്തിൽ ചരിക്കുക. കാരണം എന്താ? ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുർ അച്യുത. ആചാരത്തിൽ നിന്നാണ് ധർമ്മം ഉത്ഭവിക്കുന്നത്. ധർമ്മത്തിന് പ്രഭു ആരാ? ഭഗവാനാണ്. ഇത് തന്നെയാണ് വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കണ്ടൻ്റാണ് എന്ന് പറയുക. ഒരൊറ്റയുള്ളൂ. അപ്പോൾ അനേക ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിः. ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിः പരോപകാരപുണ്യായ പാപായ പരപീഡനം ആണ്. ആ 2 ശ്ലോകങ്ങൾ ഓർത്താൽ മതി. നമ്മൾ മാഹാത്മ്യത്തിന് ആദ്യത്തെ ഒരു ശ്ലോകം പറഞ്ഞു. എന്താണത്? അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പച്ഛകാലോ ബഹവച്ഛ വിഘ്നാഃ യത് സാരഭൂതം തതുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരം ഇവ അംബുമിശ്രം. അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അപ്പോൾ അനന്തശാസ്ത്രം ബഹുവേദിതവ്യം, ധാരാളം ശാസ്ത്രങ്ങളുണ്ട്, അനേകം വേദങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്ന രീതിയിൽ. അല്പച്ഛകാലോ ബഹവച്ഛ വിഘ്നാഃ. നമുക്ക് കാലം എത്രയുള്ളൂ? വളരെ കുറച്ചേ കാലമുള്ളൂ. എന്നാലോ അനേകം വിഘ്നങ്ങളുണ്ട് താനും. മനസ്സിലായില്ലേ? അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തെക്കൻ ഭാഗത്ത്, കോട്ടയം ഭാഗത്ത് ഒരു സപ്താഹത്തിന് പോയപ്പോൾ ഒരു മുരളീധരൻ നായർ, ബാങ്ക് മാനേജറാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പരിചയപ്പെട്ടു. വലിയ സന്തോഷമായി. എന്തൊരു ഭക്തി അറിയാം അദ്ദേഹത്തിന്. അതെ, അദ്ദേഹം പറയണേ, സ്വാമിജി ഇനി അടുത്ത തവണ നമ്മൾ കാണുമ്പോഴുണ്ടല്ലോ, ഞാൻ അങ്ങോടൊപ്പം കാണും കേട്ടോ, മുന്നേ കാണും ഞാൻ. ഇല്ലേ മറ്റേ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഉണ്ടല്ലോ, പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ 1250 രൂപ 8 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഗുരുവായൂരെന്ന് കേട്ടോ. അപ്പോൾ ഈ മാർച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആധ്യാത്മികത്തിലോട്ടങ്ങ് ഇറങ്ങുക. എവിടേക്കാണ് ഇറങ്ങണ? അതെ, അടുത്ത കൊല്ലം പോയി മുരളീധരൻ നായരെ കാണാനില്ല. എന്താ അത് കഥ? രുക്മിണി സ്വയംവര ദിവസം വന്നു, ഒരു പെട്ടി നിറയെ ലഡുവായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി സന്തോഷമായിട്ട്. മുരളിയേട്ടാ റിട്ടയർഡായില്ലേ? നീട്ടി കിട്ടിയോ? മാർച്ചിൽ വന്ന്. അല്ല, കണ്ടില്ല. മോടെ വീട് പണി നടക്കുക. അതെ, ഞാനില്ലേ, ഒക്കത്തില്ല. അത് മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല. പഴയൊരു ചൊല്ലുണ്ടല്ലോ അല്ലേ, നാടൻ സമ്പ്രദായം. എന്താണ്? ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ എന്നാ. ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ. പല്ലി വിചാരിക്കുക ഞാനത് താങ്ങണ. സത്യത്തിൽ നമ്മളില്ലെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കും. വെറുതെ തോന്നുന്നതാ. നമ്മൾ വിഷയങ്ങളെ കയറി പിടിക്കുകയാണ്. നമ്മളെ പിടിച്ചു എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും എന്നാണ്. പക്ഷേ ആ വിടാൻ സാധിക്കില്ല. അതിന് നല്ല ഉൾക്കരുത്ത് വേണം. കാരണം ഉൾക്കരുത്തുള്ള ആളുകൾക്കാണ് വ്യവസ്ഥയോടുകൂടി ഓരോന്നെ നീക്കി വെച്ചിട്ട് നല്ല ധൈര്യത്തോടുകൂടി, ആ ധൈര്യമുള്ളവനാണ് എന്തെങ്കിലും നേട്ടമുണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്ന് പറയണേ. മനസ്സിലായില്ലേ? അതാണ് അല്പച്ഛകാലോ ബഹവച്ഛ വിഘ്നാഃ. ധാരാളം വിഘ്നങ്ങളും ഉണ്ടാവും. യത് സാരഭൂതം തത് ഉപാസിതവ്യം. എന്താണോ ഇതിൻ്റെ സാരം അത് പറയാം.
ഹംസോ യഥാക്ഷീരം ഇവാംബുമിശ്രം. ഹംസം ഏതുപോലെ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്താൽ അതിൽ നിന്ന് പാല് മാത്രം എടുത്ത് വെള്ളത്തെ വേർതിരിക്കുന്നുവോ, അതിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് എന്ത് വേണമോ വേണ്ടത് മാത്രം സ്വീകരിച്ചിട്ട് വേണ്ടാത്തതിനെ മാറ്റിവെക്കുവാനുള്ള വിവേകം ഉണ്ടാവണം. ഒന്ന്. അതിൻ്റെ അനുബന്ധമായിട്ട് രണ്ടാമതെന്താണ്? ശ്ലോകാർദ്ധേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിः. അർദ്ധശ്ലോകം കൊണ്ട് പറയാം കോടിക്കണക്കിന് ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്താണ് എന്ന്. അതെന്താണ്? പരോപകാര പുണ്യായ പാപായ പരപീഡനം. പരോപകാരം എന്നത് ഏറ്റവും വലിയ പുണ്യം. പാപം എന്നതോ എന്താണത്? പാപം പരപീഡനം. മനസ്സിലായില്ലേ? പിന്നെ അഭിമാനങ്ങളെ കളയണം. അപ്പോഴാണ് നമുക്ക് നേട്ടം ഉണ്ടാവുക എന്ന് പറയണം. അന്യ ആളുകളുടെ ഹൃദയത്തിൽ കൃപ ഉണ്ടാവുന്ന സമീപനവും ഉണ്ടാവണം. മനസ്സിലായില്ലേ? പരഭക്തിയുണരാത്ത മനുജൻ്റെ മനമെന്ന് മണമറ്റ മലരിന് സമമായി വരും. ഇളകുന്ന കടലിൻ്റെ ഇടയിൽ പെട്ടില പോലെ ദുരിതത്തിലുഴറിടാനിടയായി വരും. ജനിമൃതിയിൽ പെട്ടലയാനായി ഇടയായി വരും. സുഖമെണ്ണി തിരയുന്ന മനുജാ നിന്നഭിമാനം വെടിയാതെ ഭുവനത്തിൽ സുഖമെങ്ങിനീ. അന്യ ആളുകളിലെ ആ കാര്യങ്ങൾ നമുക്കൊരു താല്പര്യവും ശ്രദ്ധയും ഉപദ്രവിക്കാത്ത ഒരു മനസ്സും വേണം. എന്നാലാണ് ഇതൊക്കെ സാധിക്കുക എന്ന് പറയുകയാണ്. ഏതായാലും സത്യവ്രത മഹാരാജാവിനുണ്ടായിട്ടുള്ള ഒരാഗ്രഹം പ്രളയം കാണണം. അങ്ങനെ ഋതമാല നദിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ തർപ്പണം ചെയ്യുകയാണ്. ഓം തർപ്പണം വേണം കേട്ടോ, എല്ലാ ആളുകൾക്കും വേണം. ആളുകളുടെ ധാരണ നൂലുള്ളവർക്ക് മാത്രമുള്ളതാണ്. അല്ല, സന്ധ്യാവന്ദനം ഋഷികളെയും ദേവന്മാരെയും ദേവഗണങ്ങളെയും ഋഷിഗണങ്ങളെയും പിതൃഗണങ്ങളെയും തർപ്പണത്തിലൂടെ തൃപ്തിപ്പെടുത്തണം എന്നാണ് പറയുക. സ്വല്പം ആ മന്ത്രം എന്താണ്? മാതാവായിട്ടുള്ള ഗായത്രി മന്ത്രം തന്നെ. ഓം ഭൂർഭുവസ്വതത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ദേവാൻ തർപ്പയാമി ഋഷീൻ തർപ്പയാമി ഋഷിഗണാൻ തർപ്പയാമി പിതൃൻ തർപ്പയാമി പിതൃഗണാൻ തർപ്പയാമി. തർപ്പണം ചെയ്യാണ്. അപ്പോൾ അവസാനം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഓം ധ്രുവാസിത്വാ സുക്ഷിയന്തോ വ്യാസ്മൽപാശം വരണോ ജല്ലവോ എന്നോന അതീർവസ്ഥാഭിയം സ്വസിവി സദാന വാം വരുണായതമ വരുണഭഗവാനെ വെച്ചിട്ട് മുകളിൽ കയറി. അപ്പോൾ വെള്ളം അങ്ങനെ എടുത്തപ്പോൾ ഇതിലൊരു കുഞ്ഞു മത്സ്യം കൈക്കുമ്പള്ളി. നല്ല കൗതുകം. ഈ ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലേ. റോഡ് കൂടെ ചിലപ്പോൾ നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴേ ചെറിയ ചില പട്ടിക്കുട്ടികൾ ഇങ്ങനെ റോഡ് കൂടെ പോകണം. കണ്ടാൽ നമുക്ക് മെല്ലെ പിടിച്ച് കയറ്റാൻ തോന്നും. അതേമാതിരി പൂച്ചയുണ്ടാവും. അതിനൊരു കുഞ്ഞിനൊരു കൗതുകമാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കളയാൻ തോന്നിയില്ല കേട്ടോ. അദ്ദേഹം അതിനെ മെല്ലെ എടുത്തിട്ട് എന്ത് ചെയ്തറിയോ? കമണ്ടലിലിട്ടിട്ട് നേരെ ഇല്ലത്തേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. അതിനെ ചെറിയൊരു കുട്ടി അടുക്കിലിട്ട് വെച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അടുക്കിൽ നിന്ന് പൊന്തി നിൽക്കണം വലുതായിട്ടേ. ഒരു ദിവസം കൊണ്ട് എന്താ കഥ? ഒന്ന് തീറ്റയൊന്നും കാര്യമായിട്ട് കൊടുത്ത് വലുതായിരിക്കണം. അപ്പോൾ അദ്ദേഹം അതിനെ എടുത്തിട്ടൊരു അണ്ടാവിലിട്ടു. പിറ്റേ ദിവസം കഥ എന്താ? അണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ അതിനൊരു കുണ്ടാവിലിട്ടു. കുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ എടുത്തിട്ട് കിണറ്റിലിട്ടു. കിണർന്ന് നിറഞ്ഞ് പൊങ്ങി നിന്നപ്പോൾ അതിനെ വലിച്ച് കയറ്റിയിട്ട് കുളത്ത് കൊണ്ടുപോയിട്ടു. കുളമെന്ന് അറിഞ്ഞല്ലോ. അത് വല്ലാത്തൊരു. അതിനെ കെട്ടി വലിച്ചു കൊണ്ടുപോയി സമുദ്രത്തിലങ്ങോട്ട് ഇട്ടു. സമുദ്രത്തിലിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നപ്പോൾ മത്സ്യം പറയണേ, ഹേ രാജൻ, അങ്ങ് ഇത്രയും കാരുണ്യമില്ലാത്തവനാണോ? തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടുന്നായി ഒച്ച കേൾക്കണം? മത്സ്യം പറയുക, ഈ വലിയ വലിയ മകരമത്സ്യങ്ങളുടെയും തിമിംഗലങ്ങളുടെയും ഇടയിൽ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോവാൻ എങ്ങനെയാണ് അങ്ങയുടെ മനസ്സനുവദിക്കണേ? ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇത്ര സ്ഫുടമായിട്ട് ഈ ഒരു ഭാഷ പ്രയോഗിക്കണമെങ്കിൽ ഇതൊരു മീനല്ല അല്ലേ? അതെ, അങ്ങ് ആരാണ്? നമ്മളെ പരീക്ഷിക്കാനായിട്ട് വേഷം മാറി വന്നിട്ടുള്ള ഭഗവാൻ തന്നെ അല്ലേ? സത്യം വെളിപ്പെടുത്തണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് യാചിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ ദിവ്യരൂപത്തെ കാണിച്ചു. അതിനുശേഷം പറഞ്ഞു, രാജൻ, ഇന്ന് തൊട്ട് 7-ാം നാൾ അങ്ങേക്ക് പ്രളയം കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രളയജലത്തിൽ മൊത്തം മൂടുമ്പോൾ ഭാവിയിലേക്ക് വേണ്ട വിത്തുകളൊക്കെ ഇട്ടിട്ട് സപ്തഋഷികൾ തോണിയിൽ കയറി വരുന്നതായിട്ട് കാണാം.
അപ്പോൾ അവരുടെ തോണിയിൽ അങ്ങേക്ക് പോവാം, മറുകരയെത്താൻ സാധിക്കും. ആ ഘട്ടത്തിൽ ഞാനൊരു ഒറ്റക്കൊമ്പൻ മത്സ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ ആ കൊമ്പിൽ ആ തോണിയുടെ ശിഖ കൂട്ടി കെട്ടിയാൽ അനായാസേന മറുകര കിടക്കാമെന്ന് സൂചിപ്പിച്ചു. അങ്ങനെ പോയി. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു കാറ്റും കോളും ഉണ്ട്. മഴ വരുന്നുണ്ടോ? നല്ല പുതുമഴയാകുമ്പോൾ ഇങ്ങനെ ആസ്വദിക്കാനൊരു രസമാണ് പുതുമഴ. കാരണം ആ മണ്ണിങ്ങനെ നനഞ്ഞിട്ട് അതിൽ നിന്നൊരു ആവി വരുമ്പോൾ ഒരു പുതുമണ്ണിൻ്റെ ഒരു മണമുണ്ട്. അതുമാത്രമല്ല, ആലിപ്പഴം വെറുക്കാം വീഴുമല്ലോ, അതൊരു രസമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് സിറ്റ് ഔട്ടിൽ കയറി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സാധാരണ മഴയില്ല കേട്ടോ, തുള്ളിക്കൊരു കുടം പേമാരിയുന്നു. അതങ്ങനെ വല്ലാതായി പുഴ മാതിരി അങ്ങോട്ട് ഒഴുകി. അവസാനം എന്തായി, തൻ്റെ വീടും വെള്ളത്തിൽ മുങ്ങി. ആകെ വെള്ളമായി. പിന്നെ നീന്തൽ എന്നാ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല. പക്ഷേ അത്യാപത്ത് വരുമ്പോൾ ഒക്കെ പഠി തന്നെയില്ലേ. അപ്പോൾ തള്ളി അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ ഒരു തോണി ഇങ്ങനെ വരുന്നു. ഋഷികൾ അതിൽ കയറി ഇങ്ങനെ വരുമ്പോൾ നിലവിളി കൂടിയിട്ട് കയ്യും കാലോട്ട് അടിച്ചപ്പോൾ അവർ വേഗം അടുത്തേക്ക് എത്തി. അങ്ങനെ പിടിച്ച് കയറി തോണിയുമേൽ. പിടിച്ച് കയറിയെന്ന് മാത്രമല്ല, തണുത്ത് കുറച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു പ്രകാശം. നോക്കുമ്പോൾ ആ പ്രകാശം എന്താണ്, ഒരു കൊമ്പിങ്ങനെ മുകളിലേക്ക് പൊന്തി വന്നു. വാലിട്ടിട്ടൊന്ന് പടച്ചപ്പോൾ നേരത്തെ പറഞ്ഞമായുള്ള മത്സ്യമാണ്. സ്വാമിമാരോട് പറയാൻ നിന്നപ്പോഴേക്കും സ്വാമിമാരോട് മിണ്ടാതിരുന്നോളൂ, ഒക്കെ ഞങ്ങൾക്കറിയാം. അവർ വേഗം ഒരു കുടുക്കിട്ട് നേരെ ആ കൊമ്പിലേക്ക് എറിഞ്ഞ് തോണിയുടെ ഇതിലേക്ക് ശിഖയിൽ കെട്ടി. അങ്ങനെ നേരെ ജലോപരി മറുകരയിൽ. അപ്പോൾ ഈ കഥ പറയുമ്പോൾ രാജാവ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക. കഥയല്ലല്ലോ കഥ, കഥയ്ക്കുള്ളിലൊരു കഥയുണ്ട്, ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താ അറിയോ, പണ്ട് നമ്മൾ ദേശമംഗലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടൊരു ക്ഷേത്രമുണ്ട്. പല്ലൂരാണോ പുല്ലൂരാണോ ഓർമ്മയില്ല, ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. ഇവിടെ എപ്പോഴും സപ്താഹം നടക്കാറുണ്ട്. അങ്ങനെ ബാലകൃഷ്ണ ഷാരടി അദ്ദേഹത്തിനെ വിളിച്ചു, ഒക്കെ ബുക്ക് ചെയ്തു. അദ്ദേഹത്തിന് ഒരു ഹിമാലയ യാത്ര എങ്ങനെ എന്തൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. പിന്നെ നോക്കിയത് വെൺമണിയെ അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇവർ ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തു. നിശ്ചയിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ മാറ്റം വരണതേ. അങ്ങനെ വരുമ്പോൾ വലിയ വിഷമമാണല്ലോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടുണ്ടായി ഈ ക്ഷണം നമ്മുടെ അടുത്തേക്ക് എത്തി. അവർ വാളേരി നായർ വീട്ടിലൊരു മണിയേട്ടൻ കൂട്ടരെ കണ്ടു. വലിയ പ്രമാണിമാരാ, അവിടുത്തെ ജന്മിമാരൊക്കെയാണ്. കൃഷ്ണകുമാർ സാറിനെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ജി ഉണ്ട്, എൻ ഗോപാലകൃഷ്ണൻ സാർ വരുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം ശശികല ടീച്ചർ. ഗംഭീരമായിട്ടുള്ള നോട്ടീസാണ്, നല്ല പരിപാടികളാണ്. അദ്ദേഹം ഇങ്ങനെ നമ്മളെ നോക്കി, കൃഷ്ണദാസ് അല്ലേ ആവുക. അവർ കുട്ടികളൊക്കെ പറഞ്ഞു, ആരോ ഒന്ന് രണ്ടാളുകൾ നിങ്ങളെപ്പറ്റി അറിയാം, വേറെ ആളെ അഡ്രസ്സ് തന്നിട്ടാണ് അങ്ങോട്ട് വന്നത്. ഞങ്ങളിവിടെ കുറേ കാലമായിട്ട് ഒരു 10-20 കൊല്ലമായിട്ട് സപ്താഹം സെറ്റായിട്ട് നടക്കുന്നുണ്ട്. ശേഷാൻ സ്വാമിയൊക്കെ വന്നിട്ടുണ്ട്, ഉദിച്ചൈതന്യൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പറയൽ കേട്ടാൽ എന്തറിയോ, അവരൊരു വലിയ തൊഴിൽ ദാതാവും ഇവരുടെ കാര്യം കൊണ്ട് ഓരോരുത്തർക്ക് പണി കൊടുക്കണമെന്നുള്ളതല്ലേ. ഓരോ ഭാവമാണല്ലോ ആളുകൾ. ആയിക്കോട്ടെ, നമ്മൾ മുണ്ട് കേട്ടു. അങ്ങേക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കണ്ടീഷനൊന്നുമില്ല. ഒരു വിളക്ക്, നെയ്വിളക്ക്, ഒരു നല്ലെണ്ണ തന്നെ ആവണം കേട്ടോ. ഈറ്റബിളായിട്ടുള്ള എണ്ണയാവണം കത്തിക്കേണ്ടത്. നോട്ട് ഫോർ ഈറ്റബിൾ എന്ന് പറഞ്ഞ് എഴുതിയ സാധനം വാങ്ങരുത്. കാരണം അത് ഇറച്ചിൻ്റെ എല്ലിൻ്റെയൊക്കെ പല വേസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ശബ്ദ സംവിധാനം നന്നാവണം. കാരണം എന്തെങ്കിലും സ്തുതികളോ പാട്ടോ ഒക്കെ പാടുമ്പോൾ ഒരു മണി അടിച്ചാൽ അതിൻ്റെ ഒരു കമ്പനം ഉണ്ടല്ലോ, ആ കമ്പനം നിൽക്കുന്ന നിലയിൽ ട്യൂണിങ് കറക്റ്റായാലാണ് അനായാസേന തൊണ്ടയ്ക്ക് വിഷമമില്ലാതെ പറയാനും പാടാനും പറ്റൂ. അതിലൊരു വിട്ടുവീഴ്ചയും പറ്റില്ല. അതിൽ വിട്ടുവീഴ്ച വന്നാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയും. അത് ശരി, ആയിക്കോട്ടെ, അത്രയായി. ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ ചെറിയൊരു ചായ്പുണ്ട്, വാർപ്പന്നെയാണ്. അതിലൊരു കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള താളങ്ങൾ ആ കട്ടിൽ നിന്ന് വരും. ഇരിക്കുമ്പോഴൊരു താളം, കിടക്കുമ്പോൾ ഒരു താളം, എണീക്കുമ്പോൾ ഒരു താളം. പിന്നെ പഴയ ചില പാട്ടുകൾ ഇങ്ങനെ ഓർമ്മയിൽ ഉണ്ടാവണം. വേദിയിൽ പാടിയാൽ പോരാ, എവിടെ ബാത്റൂമിലും ആ പാട്ട് വേണം, കാരണം ഉള്ളിൽ കുറ്റിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ പോയി പരിപാടികളൊക്കെ വരെ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം പറഞ്ഞ മണിയേട്ടൻ വന്നു. വരുമ്പോൾ 2 കുട്ടിസഞ്ചി നിറയെ നേരത്തെ പറഞ്ഞ അണ്ടിപ്പരിപ്പും ആപ്പിളും സാധനങ്ങളൊക്കെ പാടെ കൂടി കാഴ്ചത്തിരുവ്യങ്ങളായിട്ട് വന്നിട്ടൊരു ഉണ്ട്. ഞാൻ എണീച്ചു. ഒരു കസേര ഇട്ടിട്ടുണ്ട്. 1-2 ആളുകൾ കാണാൻ വന്നിരിക്കാൻ വേണ്ടി 3-4 കസേര റൂമിൽ തന്നിട്ടുണ്ട്. ഇരുന്നോളൂ. വേണ്ട. അല്ല ഇരിക്കാം. അല്ല ഞാൻ ഇവിടെ നിൽക്കാം.
അല്ല, അങ്ങ് നിന്ന് വെച്ചാൽ ഞാനും നിൽക്കും. കാരണം ഒരാൾ നിന്നിട്ട് ഒരാൾ അത് സുഖം പോരാ. ഞാനേ ഒരു കാര്യത്തിന് അനുവാദം തരണം. എന്താ അത്? എനിക്കൊന്ന് നമസ്കരിക്കണം. ഇപ്പോൾ ഒറ്റ നമസ്കാരം. രണ്ടാൾ അങ്ങോട്ടും കൂടി കൊട്ടിപ്പടിഞ്ഞ് വീഴാത്തത് ഭാഗ്യം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ശരീരഘടനയും പ്രായവും ഒക്കെ കൂടി ആകുമ്പോഴേ ചോട്ടിലങ്ങോട്ട് ഇരുന്നു. ഇവിടുന്ന് സത്യത്തിൽ അങ്ങ് പറഞ്ഞു അങ്ങയുടെ നിബന്ധനയും കാര്യങ്ങളൊക്കെ. ശബ്ദത്തിന് ഇത്തിരി ഘനമുണ്ട്, അതിനുള്ള സംവിധാനം മാത്രം മതി, ബാക്കി വന്നോളും എന്നങ്ങ് പറഞ്ഞു. അത് അനുഭവത്തിലായി. ഈ അങ്ങയെപ്പറ്റി അങ്ങനെ കേട്ടും കണ്ടും പരിചയമില്ലാത്തതുകൊണ്ടേ എന്താവുന്നൊരു ആധി ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ബോധപൂർവം മാഹാത്മ്യത്തിന് വന്നിരുന്നില്ല. എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലല്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി നമ്മുടെ മേലെ കയറി, അങ്ങനെയുണ്ടേ. അപ്പം ഞാനങ്ങനെ മാറി പറ്റി നിന്നു. അപ്പോൾ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ വെച്ച് വേലിപ്പള്ളിയിൽ നിന്നപ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അങ്ങ് ആ നാവ് കുഴയാതെ എന്ന് പാടിയില്ലേ? ഓ, അതിൽ ഒന്നും പറയാനില്ല. പിന്നെ സന്തോഷമായി. പിന്നെ പറഞ്ഞു മകൾക്കൊരു വീടുണ്ട്, ഞാൻ ഇരിക്കുന്നത് വലിയ വീട്ടിലാണ്, മകൻ്റെ വീട് അപ്പുറത്തുണ്ട്, ഒക്കെ ഒരു ഫർലോങ്ങിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, പൂട്ടിയിട്ടിരിക്കുകയാണ്, അത് ഉപയോഗപ്പെടുത്താം. വേണ്ട. അതെന്താ? ഞങ്ങൾ ഇവിടെയായിട്ട് പൊരുത്തപ്പെട്ടി. കാരണം ഈ ബാത്റൂമിൽ പോയിട്ടുള്ള മൂളിപ്പാട്ടും ഈ കട്ടിലിൻ്റെ താളവും രാഗവും ഒക്കെ എന്തായി ശീലായി. ഇനിയിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് പോവാം, ബാക്കി ദിവസമല്ലേ വേണ്ടൂ എന്ന് പറഞ്ഞു എന്നാണ് അനുഭവം. എന്തിനാ ഇപ്പോൾ ഈ കഥ പറഞ്ഞത്? കാഴ്ചയിൽ എന്തൊക്കെയാണോ ഒപ്പിക്കുക എന്നുള്ളൊരു തോന്നൽ വരികയാണ് ആദ്യം. മനസ്സിലായില്ലേ? അത് ഓരോ ദിവസങ്ങളിൽ മത്സ്യം വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ഗുരു എന്നൊരു തത്വം ചെറുതായിട്ട് തന്നെ ഇരിക്കും. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാഹ ഗുരുർയുവാ ഗുരൗസ് മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഹ. ഗുരുതത്വം എന്നത് വളരെ ചെറുതായിട്ടിരിക്കും കാഴ്ചയിൽ. പക്ഷേ ശിഷ്യന്മാരുടെ പിടിച്ചെടുക്കുവാനുള്ള കഴിവിനനുസൃതമായി കൊണ്ട് ആ മഹാതത്വത്തിൽ നിന്ന് ഈ മാധ്യമത്തിലൂടെ അനർഗള നിർഗളമായിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ തത്വം. പിന്നെയോ അവിടെയും ഇവിടെയും വളവും തിരിവില്ലാതെ കണ്ട്, തോണിയുടെ പ്രത്യേകത ഏതാണല്ലോ, ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ല, വളവുമില്ല, തിരിവുമില്ല, ഒന്നുമില്ല, നേരെ മറുകരയ്ക്ക് എത്തിക്കും. നാമമാകുന്ന തോണിയിൽ സദ്ഗുരുനാഥനെ അങ്ങോട്ട് ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിച്ചാൽ എത്തിക്കേണ്ടടുത്തേക്ക് എത്തിച്ചോളും എന്നൊരു തത്വം ഇതിൽ പ്രതിപാദിച്ചു എന്നാണ്. പിന്നീട് വംശപരമ്പരയിൽ ഇക്ഷ്വാകു മുതലായിട്ടുള്ള ആളുകൾ അതിൽ ശര്യാദി എന്നൊരു മഹാരാജാവിൻ്റെ കഥ. ആ ശര്യാദിക്ക് ചെറിയ ഫാമിലിയാണ്, 4000 ഭാര്യമാർ, മക്കളുണ്ടായിരുന്നില്ല. അവസാനം ഒരു ഭാര്യ പ്രസവിച്ചു, ഭേദബുദ്ധിയില്ലാതെ കഴിഞ്ഞു എന്നതുകൊണ്ട് ആ ഭാര്യയുടെ പേര് പറഞ്ഞില്ല. ആ കുട്ടിക്ക് എല്ലാവരും കൂടി എന്ത് പേരിട്ടു അറിയോ? സുകന്യ എന്ന പേരിട്ടു. സുകന്യ. ഒരിക്കൽ ഈ സുകന്യ തൻ്റെ തോഴികളും മറ്റുമൊക്കെ ആയിട്ട് ഇടയ്ക്കൊരു ഔട്ടിങ് ആർക്കാ ഇഷ്ടമില്ലാത്തതില്ലേ? ഒരു പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, പുറത്തുനിന്ന് ഒരു സിനിമയ്ക്ക് പോവുക, വീഗാലാൻഡിലേക്ക് മലമ്പുഴ, ഇങ്ങനെ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തത്? അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരു ഔട്ടിങ്ങിന് പോയി. വനത്തിലേക്കാണ് പോയത്. പ്രകൃതിയുടെ അനുഭവിക്കാമല്ലോ എന്നും പറഞ്ഞാൽ ഒരു ഭാഗത്ത് വനം, ഒരു കുട്ടിക്കുന്നുകൾ, അരുവി ഒഴുകുന്നുണ്ട്, അങ്ങനെയാണ്. എന്നാൽ കൊടുങ്കാടല്ല, ഒരു സാമാന്യന നല്ല ഒരു കാട്. അവിടേക്ക് പോയി. അവിടെ പോയി അങ്ങോട്ട് എത്തി ടെൻ്റ് അടിച്ചപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓരോന്നായിട്ട് തിരിഞ്ഞു. അങ്ങനെയാണ്. ഈ രത്നം പൊടിയുടെ ആൾക്കാരുണ്ട് അല്ലേ? അവരിങ്ങനെ മടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മറ്റേ ആളിങ്ങനെ കൈ ഇങ്ങനെ കാട്ടും. എന്താ ഗുണം? ഒരു തൊട്ടങ്ങോട്ട് ഒടിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആളിനെയൊക്കെ തുമ്പിക്കും. ഇത് കൊണ്ടങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പരിസരത്തുള്ള ആളുകളൊക്കെ തുമ്പും. അങ്ങനെ ഒരു വിഭാഗം. പിന്നെ ചിലർ ആത്മാവിന് പുക കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയാണ്. പുക വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു വിഭാഗം. പിന്നെ അർച്ചക കൂട്ടങ്ങൾ, ക്ലാവറായ നമഃ, ഇസ്പേഡായ നമഃ, ആഢ്യായ നമഃ, അങ്ങനെ ഒരു വിഭാഗം. ചെറിയ കുട്ടികൾക്കോ വട്ടുകളിയാണ്. ഒരു വട്ടുകളി, വളപ്പൊട്ടുകളി, ഇങ്ങനെയൊക്കെയുള്ള കളികളായിട്ട് അങ്ങനെ വട്ടുകളിയും വളപ്പൊട്ടുകളിയും കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പൂമ്പാറ്റ ആ വഴിക്ക് വന്നപ്പോൾ ഈ സുകന്യ പറഞ്ഞു, ശശികളെ നമുക്ക് അതിനെ പിടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പൂമ്പാറ്റയെ പിടിക്കാനായിട്ട് പോയി. പൂമ്പാറ്റ അടുത്തുകൂടെ വന്നങ്ങനെ പറന്നിട്ട് ഒരു കൊച്ചു കുന്നിൻ്റെ മേലെ പോയിട്ടിരുന്നു.
കുന്നിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി കിട്ടും എന്നുള്ള നിലയിൽ പോയിട്ട് അങ്ങനെ പിടിക്കാൻ പോയത് അത് വീണു കയ്യും കാലും മുട്ടു. ചിരകില്ല, മണ്ണാണ്, അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. ഇത്തിരി അഴുക്കായി. എണീച്ച് നിന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്തറിയോ? ഈ കുന്നുമ്മൽ 2 കുഞ്ഞു തുളകൾ, അതിൽ 2 വൈരക്കല്ലുകൾ ഇങ്ങനെ തിളങ്ങുക. ഇത് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോലെടുത്തിട്ട് ആ ഒരു വൈരക്കല്ലിക്ക് ഇങ്ങനെ തൊട്ടപ്പോൾ എന്നൊരു ശബ്ദം വന്നു. കോലിൻ്റെ തലപ്പ് ഒരു ചുവന്ന മഷിയായി. അപ്പോൾ മറ്റേ കല്ല് എന്നാൽ അതെടുക്കുക. അപ്പോഴും സംഗതി കിട്ടിയില്ല. അതിലും ഭഗവാൻ എന്തോ അപകടം പറ്റി തോന്നണമെന്ന് പറഞ്ഞിട്ട് വേഗം, കുട്ടികളങ്ങനെയാണല്ലോ, ഏടാവടം ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ വീട്ടിൽ പോയി എസ്കേപ്പാக കൊടുക്കും. അങ്ങനെ വേഗം വീട്ടിൽ പോകാതെ വീട്ടിൽ പോയി. പക്ഷേ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടും രാജാവിനും മന്ത്രിക്കും പരിവാരങ്ങൾക്കും എല്ലാവർക്കും ഒരു പ്രത്യേക അനുഭവം. വയറൊക്കെ ഇങ്ങോട്ട് മുറുകിയിട്ട് മലമൂത്ര വിസർജനം ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഓടി ബാത്റൂമിൽ പോയി കഴിക്കാൻ സംഗതി പോവില്ല. അങ്ങോട്ട് സ്തംഭിച്ചു. വല്ലാത്തൊരു വിഷമാണല്ലോ. ഇത് നീഹാരം സാധിക്കാതെ കണ്ട് മുറുകിക്കഴിഞ്ഞാൽ വല്ലാത്ത അസ്വാസ്ഥ്യമാണ്. രാജാവ് ബുദ്ധിമാനാണ്. ഋഷികളെയും ഒപ്പമുള്ള ആളുകളെയും വിളിച്ചു. അതെ, ഒന്ന് വരുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. തിരുമനസ്സിനുണ്ടോ? ആദ്യം ഒക്കെ ഉണ്ട്. സ്ത്രീകൾക്കും അന്തപുരത്തിലെ എല്ലാ ആളുകൾക്കും ഉണ്ട്. എന്താ പറ്റിയത്? നമ്മൾ പോയ ഭാഗത്തൊരു മഹാത്മാവ് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ആരെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദ്രവം ചെയ്തോന്നാ അപ്പം എനിക്ക് സംശയം. അതല്ലാതെ അപ്പം അങ്ങനെ വരാൻ വഴിയില്ല. തമ്മിൽ ചോദിച്ചു. ആരുമല്ല. ഈ കൺഫ്യൂഷൻ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി. കുട്ടി മെല്ലെ വന്നിട്ട് അച്ഛാ ഞാനേ പിന്നെ വളപ്പൊട്ട് കളിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോഴൊരു തുമ്പി വന്നിരുന്നു. അതിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കുന്നു പോയിരുന്നേ. എന്നിട്ട് ഞാൻ ശശിയിലെയും കൂടി അവിടെ പോയി. അപ്പോൾ 2 വൈരക്കല്ല് തള്ളങ്ങളും കണ്ടി. അതെടുക്കാൻ വേണ്ടി കോലെടുത്ത് ഇങ്ങനെ കുത്തിയപ്പോൾ ഒരു ഒച്ച വന്ന് കിട്ടിയില്ലേ. സംശയം തോന്നിയത്. വേഗം വാഹനം തയ്യാറാക്കി അവിടെ പോയി. പറഞ്ഞ ലക്ഷണപ്രകാരം ആ മഹാത്മാവ് തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണത്. അതിൻ്റെ ഉള്ളിലുണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ ശ്വാസം പിടിച്ച് മെല്ലെ കൊടുവാളെടുത്ത് ആ മണ്ണിൻ്റെ പുറ്റിനെ അങ്ങോട്ട് ചകഞ്ഞ് മാറ്റി അങ്ങോട്ട് പൊളിച്ചെടുത്തപ്പോൾ പത്മാസനത്തിൽ വസ്ത്രഹീനായിട്ടിരിക്കുകയാണ്. ഒരു കൗവീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെതൽ വന്ന് തിന്നു. ചെതലിനാൽ മൂടപ്പെട്ടിട്ടുണ്ട്. 2 കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് രക്തം വന്നിരിക്കണം. അമ്മേ, വല്ലാത്തൊരു വിഷമമായല്ലോ. ഇതാണ് കാരണം എന്ന് മനസ്സിലായി. സാഷ്ടാംഗം പ്രണയിച്ചിട്ട് പറഞ്ഞു, മഹാത്മൻ പൊറുക്കണം, അറിവില്ലാതെ പറ്റിയിട്ടുള്ള തെറ്റാണ്, അങ്ങ് ശാപം പിൻവലിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു. ഉണർന്നു അദ്ദേഹം തപസ്സിൽ നിന്ന്. ആരാ? ഞാൻ ശര്യാദി മഹാരാജാവാണ്. എന്താ അങ്ങ് പറഞ്ഞ? അല്ല, ഞങ്ങളോട് കോപം തോന്നരുത്, ശാപം പിൻവലിക്കണം. ഒരു അഹിതം നമ്മുടെ ഭാഗത്തുണ്ടായി. നമ്മുടെ കുട്ടി അറിയാതെ കണ്ട് അങ്ങയുടെ കണ്ണ് തിളങ്ങുമ്പോൾ വൈരക്കല്ലാണെന്ന് തെറ്റിദ്ധരിച്ച് തോണ്ടാൻ ശ്രമിച്ചതാണ്. അതാണിപ്പോൾ. അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, ഞങ്ങളൊന്നും ആരെയും ശപിക്കാറില്ല. ആളുകൾക്ക് നമ്മളെ കൊണ്ടും ശല്യം വേണ്ട, ആളുകളുടെ ശല്യം നമുക്കും വേണ്ട വെച്ചിട്ടാണല്ലോ ഞങ്ങളൊരു മൂലയ്ക്ക് വനത്തിൽ വന്നിട്ട് ഇവിടെ കണ്ണടച്ചിരുന്നിട്ട് ജപിക്കണത്. അപ്പോൾ എവിടെയും സൂര്യക്കെടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ലല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്നാണ്. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ ഈ കോപതാപങ്ങളിലൂടെ ജീവോർജവും ആത്മീയോർജവും നശിക്കുമെന്നതുകൊണ്ട് ബുദ്ധിയുള്ളവരാരും ആരെയും ശപിക്കില്ല. പക്ഷേ അവരെ ചുറ്റിപ്പറ്റിയിട്ട് ദേവീപാദം ഭജിപ്പോർക്ക് വരാ ദുഃഖമശേഷവും. ദേവീപാദം ഭജിക്കുന്ന ആളുകൾക്ക് ദുഃഖം ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാവുമ്പോൾ അതിൽ ശ്രേയസ് ഉണ്ടാവും. അത് മാത്രമല്ല, പിന്നെ ശക്തിഭക്തനുവൻ തെറ്റു ചെയ്തൊരാൾ ഏതു മട്ടിലും സുഖിയായി വരാ സാക്ഷാൽ ശിവൻ താൻ രക്ഷ ചെയ്യലും. ശക്തി ഉപാസന ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഗുരുത്തക്കെട്ട് ആരെങ്കിലും ഒപ്പിച്ചാൽ മഹാദേവൻ പോലും ആ കേസ് ഏൽക്കില്ല, അനുഭവിക്കേണ്ടി വരും. അതപ്പോൾ പറ്റിയത്. ഞാൻ ചെയ്തില്ല. നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ചില സൂക്ഷ്മഗ്രഹങ്ങളും ദേവതമാരും ഉണ്ട്. അവർ ചെയ്ത പണിയാണ്. മനസ്സിലായി? ആശയം വ്യക്തമായോ? ഇപ്പോൾ എക്സാമ്പിൾ പറയാം നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പ്രസിഡൻറ്റ് വരുന്നു മറ്റന്നാളെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? IB, EB മുതലായിട്ടുള്ള ആളുകളൊക്കെ നേരത്തെ കൂട്ടി വന്നു കൂടും അല്ലേ? പല ഭാഗത്തവർ മറ്റൊരു അറിയപ്പെടാത്ത ഡ്രസ്സിൽ ഇങ്ങനെ പെട്ടിക്കടയിൽ നിന്നിട്ട് ആരെങ്കിലും ഒരാൾ ചങ്ങാതിനൊക്കെ ഞാൻ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ടൊരു ഡയലോഗ് പ്രസിഡൻറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പെട എവിടുന്നാണ് വരിക എന്നറിയില്ല. സംഗതി മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ സംഭവിക്കണത്? അല്ല. അതെന്താ അത്? താഴെ തട്ടിലുള്ള അവരോട് ബന്ധപ്പെട്ട
ചില അധികാരവർഗങ്ങളിൽ ചില കണ്ണികൾ ഇതിനെ പ്രതിരോധിച്ചു എന്നാണ്. ഇതുപോലെ ഒരു സിദ്ധനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി കവചരൂപത്തിൽ സൂക്ഷ്മഗ്രഹങ്ങളുടെ ദേവതകളുടെ ഒരു കൂട്ടുണ്ടാവും. അവരാണ് ഇവർ പോലും അറിയാതെ പ്രതികരിക്കുന്നത്. ഇതാണ് പറ്റിയതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പരിഹാരം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞു. പരിഹാരം ചെയ്യണം. ഇപ്പം എങ്ങനെയാണ് അങ്ങ് ഉദ്ദേശിക്കണത്? അല്ല അത് പരിഹാരം ചെയ്യണം. അങ്ങ് അനുവദിക്കണം. ഞങ്ങൾക്കിതിനൊരു മോചനം വേണമല്ലോ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. ആരാണോ ഈ കൃത്യം ചെയ്തത് ആ കുട്ടി നമ്മളെ ശുശ്രൂഷിക്കട്ടെ. രാജകുമാരിയെ മൂപ്പരിനെ ഇദ്ദേഹത്തിന് വന്നു ഒരു ദേഷ്യം. ശരിക്കും വന്ന ദേഷ്യം തലകഴായി പിടിച്ച് കുത്താനാണ് തോന്നിയത്. അറിയാതൊരു കുത്തിയാൽ ഇപ്പോൾ ഈ അനുഭവം വന്നാൽ അറിഞ്ഞു കുത്തിയാലത്തെ കഥ എന്താവുമെന്ന് പേടിയുണ്ടേനും. ഏതായാലും സങ്കടത്തോടു കൂടിയിട്ട് അദ്ദേഹം ഗൃഹത്തിലേക്ക് വന്നു. പത്നിമാരൊക്കെ വട്ടം കൂടി എന്തുണ്ടായി എന്ന് ചോദിച്ചു. കാര്യം നടന്നില്ല, ഉദ്ദേശമാരി ആയില്ല എന്നുള്ളു. മന്ത്രിമാർ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതാ ഉണക്കസ്വാമിയുടെ ഒരു പത്രാസ് എന്നല്ലാതെ ഇപ്പം എന്താ പറയുക, മഹാരാജാവ് പോയിട്ട് നല്ല ഓഫർ വെച്ച് അയാളത് കേൾക്കില്ലേ വേണ്ടു. നമ്മുടെ കുട്ടി ഇപ്പം അത്ര വലിയ തെറ്റ് ചെയ്തു, അറിയാണ്ട് ഒരു കോലെടുത്തി കുത്തി കണ്ണുപോയി, അത് വലിയ കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളല്ലേ ഇങ്ങനെയൊക്കെ ന്യായീകരിച്ച് നോക്കി എന്ന് പറയുകയാണ്. അതിലൊന്നും ഈ കുട്ടി അത് കേട്ടു. ശശികല ക്ഷത്രിയ കുട്ടിയല്ലേ, അതിൻ്റെ ഒരു വീര്യം, ക്ഷാത്രവീര്യമുണ്ട്. കുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ഭാഗത്ത് തന്നെ ബോധപൂർവം അല്ലെങ്കിലും ആ തെറ്റ് പറ്റിയത് എൻ്റെ ഭാഗത്താണ്. അത് പരിഹാരം ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ തോന്നണമുണ്ട്. ഞാൻ ഒരാൾ പോയിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചാൽ എല്ലാ ആളുകൾക്കും സൗഖ്യമുണ്ടാകുമെങ്കിൽ ഞാൻ ഒരാൾ പോയി ത്യാഗം ചെയ്യുന്നതല്ലേ നല്ലത്. ആലോചിച്ചപ്പോൾ യുക്തിയുണ്ട്. പക്ഷേ കുട്ടി ഈ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കാട്ടിലൊക്കെ പോയിട്ട് ആ കണ്ണ് കാണാത്ത സ്വാമിയെ ശുശ്രൂഷിക്കുക എളുപ്പമാണോ? അല്ല, ഞാൻ പോവാം. അതെ, ഇല്ലെങ്കിൽ പിന്നെ ജന്മാന്തരങ്ങൾ ഈ മഹാത്മാക്കളുടെ ശാപം അനുഭവിക്കണ്ടേ, നമ്മുടെ വംശം നശിക്കില്ലേ. അങ്ങനെയാണ് ഇത് പറയുമ്പോൾ കുറ്റം പറയാൻ തോന്നണ്ട. ഒരു വ്യക്തി ചിന്തിച്ചാൽ മതി. പേജോവർ മഠാധിപതി സുദേശിന് നല്ല ആലോചിച്ചാൽ മനസ്സിലാവും. കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ സമാധിയായി, കർണാടകയിലാണ്. സത്വികനായിട്ടുള്ള ഗൗഡസാരസ്വത ബ്രാഹ്മണനാണ്. അദ്ദേഹം വന്നപ്പോൾ ഭീകരവാദിയാണ്, ബോംബും കൊണ്ടാ വന്ന അത് ഇതെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ആക്ഷേപം ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വിദ്വാൻ്റെ വക ഒരു പരാമർശം ഉണ്ടായി. അന്ന് ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു, വേണ്ട, പരമ്പരയ്ക്ക് വലിയ വിഷമം വരാതിരിക്കണമെങ്കിൽ അദ്ദേഹം നിങ്ങളീ പറഞ്ഞ ആളുമല്ല, ഉദ്ദേശിച്ച ആളുമല്ല, സാഷ്ടാംഗം വീണ് പ്രണമിച്ച് സമസ്താപരാധം പറഞ്ഞാൽ വലിയ അപകടത്തിന് ഒഴിവാവാം. അപ്പോൾ എന്ത് ചെയ്തറിയോ? ശിൽബന്തികളെ വിട്ടിട്ട് സ്വാമി വടകരയിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ നായക്കുറണ പൊടി വെതറി. സ്വാമി 1.5 മണിക്കൂർ സംസാരിക്കായിരുന്നത് ചൊറിഞ്ഞിട്ട് 2 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ. അതിന് ശേഷം ഒരു മകൻ ചെല്ലിമുളം കാടുകളിലെല്ലാം പഠന കേസ് പെട്ട് ടെസ്റ്റും ഗസ്റ്റുമായിട്ട് അങ്ങനെ വേറൊരാൾ പുല്ലും വൈക്കോലും സൗകര്യം ചെയ്ത് വലിപ്പിക്കാൻ, ജനങ്ങളെ വലിപ്പിക്കാനും കോടികൾ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിച്ചിട്ട് സംസ്ഥാനം വിട്ട് വേറൊരു ഭാഗത്ത് അങ്ങനെ തൻ്റെ മൂട്ടിലൊരു കേട് വന്നിട്ട് എങ്ങനെ വേറെ ഒരു ഈ മറ്റേ ചുണ്ണാമ്പ് തേക്കണൊരു മിഷ്യൻ ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ പേരിൽ ഭാര്യയുടെ കാര്യം അങ്ങനെ 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 പോയി അസ്തുവായി. ശ്രദ്ധിക്കുക, തരക്കാരോട് കളിക്കുക. മഹാത്മാക്കളോടും തപസ്സികളോടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വികാരം വെച്ചിട്ട് കോർക്കാൻ നിന്നാൽ വംശം മുടിയും എന്നാണ്. അതെ, അപ്പോൾ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യുക? അബദ്ധം വന്നു എന്ന് മനസ്സിലായാൽ ന്യായീകരിക്കാൻ നിൽക്കാതെ വീണ് പ്രണമിച്ചുകൊള്ളുക എന്നാണ്. അതാണ് ആ കുട്ടി പറഞ്ഞത്. നേരെ ചെന്നു, മനസ്സില്ലാ മനസ്സോടെ രാജാവ് അയച്ചു. കുട്ടി വന്നു, അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഹാവഭാവങ്ങളില്ലാതെ പിന്നെ കാട്ടിലേക്ക് യോജിച്ച വസ്ത്രം, ആ കാവ്യവസ്ത്രവും ആ രുദ്രാക്ഷം കെട്ടിയിട്ടുള്ള കടുക്കനും ഒക്കെ ഇട്ട് ജപമാലയൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി ശൗചത്തിന് വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പുറ്റുമണ്ണ് ശുദ്ധീകരിക്കാൻ, മഡ് ബാത്ത് എന്നാണ് പറയുക. അപ്പോൾ ഈ മണ്ണ് നല്ല സാധനമാണ്, നമ്മുടെ പഴയ ആചാരേ. ഇപ്പോൾ അങ്ങനെ മഡ് ബാത്ത് ചെയ്യണമെങ്കിൽ 3000 രൂപ ഫീസ് കെട്ടണം അല്ലേ? അതെ, മണ്ണ് തേച്ച് കുളിക്കുക. ദുർഗന്ധമില്ലാതാവാനും ശരീരത്തിലെ കോശങ്ങൾ ഉത്ഭൂതമാകാനും ത്വക്ക് നന്നാവാനൊക്കെ നല്ലതാണ്. നല്ല മണ്ണായിരിക്കണം കേട്ടോ. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായത്തിലൊക്കെ അങ്ങനെ ജീവിച്ചു വന്നു.
അതിന് 2 കുളിയാണല്ലോ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് വീട്ടമ്മമാർക്ക്. എന്താ അത്? ആദ്യത്തേത് അന്നക്ഷേത്രത്തിലേക്ക്, അടുക്കളയ്ക്ക് എന്താ പേര് പറയുക? അന്നക്ഷേത്രം. മനസ്സിലായില്ലേ? ആ ദേവി അന്നപൂർണേശ്വരി വിളയാടുന്ന സ്ഥലമാണ്. അപ്പോൾ അഗ്നി ഈശ്വരനുമാണ്. അഗ്നി തൊടണമെങ്കിൽ ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ കുളിച്ച് ശുചിയായിട്ട് പ്രാർത്ഥനയോടുകൂടി ഒരു നുള്ളു ഭസ്മട്ടർ വേണം അടുക്കളയിലേക്ക് കയറാൻ. സ്വാമിജി അത് പറ്റില്ല. അതെന്താ? എനിക്ക് രാവിലെ നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ അപ്പോട്ട് നേരം നോക്കുമ്പോൾ അമ്മണി ചേച്ചിയെ നോക്കിയവർ ഇങ്ങനെ നിൽക്കേണ്ടി വരും പറഞ്ഞു. അങ്ങനെ സ്വാഗതം വരും, വെലക്കം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു, കൈയും കാലും മുഖവും കഴുകിയിട്ട് ഒരു നുള്ളു ഭസ്മെങ്കിലും ഇട്ടോളൂ, നെറുവിലൊന്ന് തൊടുക. എന്താ അറിയോ? ഭസ്മശുദ്ധിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്, സ്നാനത്തിനേക്കാൾ പ്രാധാന്യം പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ശുദ്ധി സ്വീകരിക്കണം. അതിന് ശേഷം അന്നക്ഷേത്രത്തിലേക്ക് കയറുക. എന്നിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മേ, നമ്മൾ പാചകം ചെയ്യുന്ന ഈ ആഹാരം പ്രസാദമായിട്ട് മാറണം. ഇത് ഉപയോഗപ്പെടുന്ന ആളുകൾക്ക് പ്രകർഷേണ ബുദ്ധി തെളിയുകയും വേണം, തൃപ്തി ഉണ്ടാവുകയും വേണം എന്ന നിലയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കിയാൽ എന്തായി? അതെ, അനുഭവമാണെന്ന് പറയുകയാണ്. കഥ ഒരുപാട് പറയാനുണ്ട്. കാരാവർഷി ശർമാജിയുടെ നാട്ടിൽ ഒരു യജ്ഞത്തിന് പോയപ്പോഴേ ഒരു ഭാര്യയും ഭർത്താവും കുട്ടിയും കാണാൻ വന്നു. ഇദ്ദേഹം ഇങ്ങനെ വളഞ്ഞു നിന്നിട്ടാണ് വരുന്നത്. കല്ലിയത്തിന് പണിയെടുക്കുന്ന ആൾ, ഈ ഇതിൻ്റെ കെട്ടുപണിയുടെ ആളാണ്. അപ്പോൾ സംഗതി എന്താ അറിയോ? പുള്ളിക്കാരൻ വയറ്റിലെണ്ണ. ഭാര്യ അത്യാവശ്യം പണിക്ക് പോകാൻ തുടങ്ങി, വേറെ വഴിയില്ല. 5-6 കുട്ടികളും ഉണ്ട്, പലയിടത്തുണ്ടേ. ആരോഗ്യം നശിച്ചു. ഈ ഒരു പ്രശ്നം, വയറ്റിലെണ്ണ. സങ്കടം പറഞ്ഞു. സങ്കടം തോന്നി കേട്ടോ നമുക്ക്. ഒരു കൗൺസിലിംഗ് വരെ നമ്മൾ അകത്തേക്ക് വിളിച്ച് ചോദിച്ചു, അപ്പോൾ എന്താ ആഹാര രീതികൾ, പണികൾ, എന്തെങ്കിലുമൊക്കെ ചുക്കുവെള്ളമല്ലാത്തതൊക്കെ കഴിക്കലുണ്ടോ? മനസ്സിലായി? അതൊന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ സാമ്പ്രാണി അല്ലാത്ത പുകകളൊക്കെ 3 കെട്ട് വേണം മൂപ്പർക്ക്. കെട്ടിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കൂ. എന്നാലും അതും അല്ലാത്ത വേറെന്തോ ഉണ്ടല്ലോ. ഈ ഈച്ചേനെ കൊതുവിനെ ആട്ടലുണ്ടോ ചേച്ചി? ചൂടനാണ്. അപ്പോൾ തിരിച്ച് അതേമാതിരി കൊതുവിനെ നിങ്ങളും പറ്റില്ലല്ലോ നമുക്ക്. അത് ശരി. അപ്പോൾ പറ്റാണ്ടാവുമ്പോൾ പ്രാകുമില്ലേ? അപ്പോൾ എന്താ അറിയോ? കയ്പയ്ക്ക് നോക്കുമ്പോൾ കാലം തോലം ദുഷ്ടം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണതേ. ഇതിങ്ങനെ വിരകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുക, ക്യാൻസറേ വരുള്ളൂ, വയറ്റിലെണ്ണേ വരുള്ളൂ. ഒരു സൂത്രം പറഞ്ഞു തരാം, ചെയ്യോ? ചെയ്യാൻ സ്വാമിജി. ലേശം വിഭൂതിയോ ഇല്ലെങ്കിൽ തുളസീതളം ഇട്ടിട്ട് വെള്ളം ഒന്ന് ജപിക്കുക. അമ്മേ നാരായണ ദേവി, അത് മതി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, പത്തേ നാരായണ. ഭസ്മം കൂടുതലാക്കണ്ട. എന്നറിയോ? സ്വാമി പറഞ്ഞിട്ട് കൂടോത്രം ചെയ്യുക എന്നുള്ള തെറ്റിദ്ധാരണ വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. ആളുകൾ പല നിലയ്ക്കും ചിന്ത പോകുമല്ലോ. എന്നിട്ട് അതിലത്തെ വെള്ളവും കൂടി ആഹാരം ചെയ്യുന്നതിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക, എൻ്റെ കുട്ടികളുടെ അച്ഛന് നല്ല ബുദ്ധി കൊടുക്കണേ, ഈ തർക്കിക്കാനും ഇടാപടുണ്ടാക്കാനുള്ള ചിന്തയൊന്നും ഉണ്ടാവരുതേ, ഞാൻ ഈ കഴിക്കണോണ്ട് തൃപ്തി ഉണ്ടാവണേ, ഞാൻ ഈ കൊടുക്കണ കഞ്ഞിൻ്റെ വെള്ളം അല്ലാത്ത വെള്ളത്തിലേക്കൊന്നും തൃപ്തി തോന്നരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചോളൂ. അതെ, ഫലപ്രദമായി എന്ന് പറയാണ്. അടുത്ത വർഷം അത് വെറും കഥയല്ല, ശർമാജിയോട് ചോദിച്ചാൽ പറയാം, അനുഭവമാണ്. അടുത്ത കൊല്ലം നമ്മൾ സപ്താഹത്തിന് പോകുമ്പോൾ മൂപ്പര ആ വളവൊക്കെ നിന്ന് ആളൊക്കെ അങ്ങനെ നൂർന്ന് ഒരു ഡബിൾ വേഷ്ടി, ഒരു തോർത്ത്, ലേശം പൈസ, പഴമൊക്കെ പാടെ കൂടിയിട്ട്. പഴം പറഞ്ഞു അണ്ടിപ്പരിപ്പൊന്നുമില്ല കേട്ടോ, ചാരപ്പൂവൻ. അത് പിന്നെ അവരവിടെ ഉണ്ടായതാണ്, വളടാണ്ട് ഉണ്ടാക്കിയതാ സ്വാമി എന്ന് പറഞ്ഞു. ഏതായാലും ഒരു ചേർപ്പ് ചാരപ്പൂവനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കണ്ട് നമസ്കരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അനുഭവമാണ്. മനസ്സിൻ്റെ ഭാവന കൊണ്ട് എല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ കുളിയെ പറഞ്ഞു. അവിടുന്ന് അപ്പോൾ നമ്മൾ നിൽക്കണത്. രണ്ടാമത് എന്തിനാണ് പോണത്? തിരുമ്പി കുളിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെളുപ്പ് വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടി. അപ്പോൾ രാവിലത്തെ ആഹാരമൊക്കെ പാചകം ചെയ്ത് ഒരുക്കിയിട്ട് രണ്ടാമത് പോയി. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 2 സുന്ദര പുരുഷന്മാർ പുറകെ കൂടിയിട്ട് സുന്ദരി ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള 2 ചെറുപ്പക്കാർ, തേജസ്വികളാണ്. സൂര്യഭഗവാനെമാരി ശോഭിക്കുക. സൂര്യഭഗവാന്റെ മക്കളാ. ആരാത്? അശ്വിനീ ദേവന്മാർ. അവൾ തിരിഞ്ഞു നോക്കി. ആരെയാണെന്നുള്ള അർത്ഥത്തിൽ വീണ്ടും വിളിച്ചു, സുന്ദരി, ദേവലോകത്ത് നിന്നാണോ? മറുപടി പറഞ്ഞില്ല. ഗന്ധർവസ്ത്രീയാണോ? ഞങ്ങൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഏകാഗ്നിയായിക്കൊണ്ട് നദിയിൽ സ്നാനം കഴിഞ്ഞ് പോകുന്നു കണ്ടു. ഈ കാട്ടിൽ ഇങ്ങനെ ഒരാളെ കാണുക എന്നുള്ളത് അപൂർവമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഭവതി ആരാ? നമ്മൾ ശവനമുനിയുടെ ധർമ്മപത്നിയാണ്.
ശര്യാതി മഹാരാജാവിൻ്റെ പുത്രി. ആ കേട്ടിട്ടുണ്ട്. ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ കാരണവര് ഭാര്യ. ഹേ, കാഴ്ചയിൽ പേരക്കുട്ടിയാവാനുള്ള അതല്ലേ തോന്നുന്നുള്ളൂ. അതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ സൂര്യപുത്രന്മാരല്ലേ? അശ്വിനി ദേവന്മാർ. അതെ. അച്ഛനെ അറിയോ? അച്ഛനെ അറിയാം. അച്ഛൻ്റെ ആ ഒരു സംസ്കാരവും ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. മനസ്സിലായി? സ്വരേരാകൃതി ഭീന്നാണ്. ഭാവത്തിലും ദൃഷ്ടിയിലും ഒന്നോ രണ്ടോ ഭാഷയിലും നിർത്തേണ്ടവരെ നിർത്തേണ്ടവിടെ നിർത്താൻ സാധിക്കണം സ്ത്രീകൾക്ക്. അതാണ് കുലസ്ത്രീകളുടെ ധർമ്മം. ഇവർക്ക് ഭയം പിടിച്ചുട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്തറിയോ? ശാപം വന്നാൽ പണിയായി. അങ്ങനെ സൂര്യഭഗവാൻ പോലും ഉദിക്കാൻ സാധിക്കാതെ 2-3 ദിവസം വിഷമിച്ച കഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടറിവുണ്ടവർക്ക്. ഭയമായി എന്ന് പറയാണ്. ഞങ്ങൾ ഒരു പരീക്ഷണത്തിന് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്കറിയാം അദ്ദേഹം വലിയൊരു മഹാത്മാവാണ്, അറിയാം, കേട്ടിട്ടുണ്ട്. ഒരു ആഗ്രഹം പറയട്ടെ. എന്താ, അദ്ദേഹത്തിനെ ഒന്ന് ചികിത്സിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾ ചികിത്സകന്മാരാണ്, നാസത്യന്മാരെന്ന് പറയും, ദേവവൈദ്യന്മാരാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് ചോദിക്കണം. ചോദിച്ചോളൂ, ഞങ്ങൾ നിൽക്കാം, അതുവരെ നിൽക്കാം. വന്നോളൂ എന്നാ പർണശാലയുടെ അവിടെ നിൽക്കാം. വന്നു. അദ്ദേഹത്തിനോട് എല്ലാം പറഞ്ഞില്ല. ഇങ്ങനെ 2 വൈദ്യന്മാരെ കണ്ടു. അവരിങ്ങനെ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചിരിച്ചു. ജ്ഞാനികൾക്കിപ്പോൾ ഒന്നും മറവില്ല, അവരെല്ലാം കാണും. വരാൻ പറയൂ. വന്നു, പരിശോധിച്ചു. ആ കുത്തിയതിൻ്റെ ഇതുകൊണ്ട് ചെറുതായിട്ടൊരു ഞരമ്പ് തായി നീളം, അത് കൂടിച്ചേരാൻ പണി ഉണ്ട് എന്നും പറഞ്ഞ് കണ്ണിലൊക്കെ ഇത്തിരി മരുന്ന് വെച്ച് കെട്ടി നേരെ ആ തടാകത്തിലേക്ക് ഇറങ്ങി. ചെറിയൊരു ഫീസ് വരും, അതൊരു നിബന്ധനയാണ്, അത് ചെയ്യണം, ചിലവില്ല എന്നും പറഞ്ഞു. ശരി ആട്ടെ എന്നും പറഞ്ഞു അവർ നേരെ ഇറങ്ങി. വൈദ്യധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഒരു ദക്ഷിണേ, അത് ഞങ്ങൾ ചോദിച്ചോളാം എന്നും പറഞ്ഞു വെള്ളത്തിലിറങ്ങി. മുങ്ങി അങ്ങോട്ട് പൊങ്ങിയപ്പോൾ 3 പേരും ഒരേ രൂപം ഒരേ ഭാവം. കുടുങ്ങിയില്ലോ. 3 ഒരേ രൂപം ഒരേ ഭാവം. അത്ഭുതമായി. 3 പേരും ഒരേ സ്പീഡിൽ ഒരുപോലെ കൈ നീട്ടിയിട്ട് സുകന്യെ വിളിച്ചു. കൺഫ്യൂഷനായി. ഭഗവാനെ, ഇതിലിപ്പോൾ ഏതാപ്പോൾ തൻ്റെ അറിയില്ലല്ലോ, വല്ലാത്ത വിഷമാട്ടോ. അപ്പോൾ ഭഗവാനെയൊക്കെ ശരിക്കും നമ്മളെ എത്ര ഉരുണ്ട് നമസ്കരിച്ചാലാ മതിയാവുക അല്ലേ? എത്ര കോടി ആളുണ്ടെങ്കിലും ഓരോന്നും ഓരോ കോലത്തിലല്ലേ? എന്നിട്ട് തന്നെ ചിലർക്ക് ആൾ തെറ്റുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാ കേൾക്കണിരിക്കട്ടെ. ഏതായാലും ആ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിലേതായാലും മനസ്സിൽ വിഷമം വന്നിട്ട് പ്രാർത്ഥിച്ചു. കാരണം ഭർത്താവിനെ ഈശ്വരനെ പോലെ സേവിക്കുന്ന ആൾക്ക് വേറെ ധർമ്മം വേണ്ടെന്നാണ് പറയുക. ഇങ്ങനെയൊരു പരീക്ഷണം. സ്വാമി എന്ന് പറഞ്ഞ് കണ്ണിന്ന് വെള്ളം വന്നു. ഒരു ചെറിയൊരു തെളിച്ചം ഹൃദയത്തിലുണ്ടായി. പെട്ടെന്ന് കണ്ണ് മിഴിച്ചപ്പോൾ മധ്യത്തിൽ നിൽക്കുന്ന ആള് കണ്ണ് ചിമ്മി അടയ്ക്കുന്നത് കണ്ടു. അതൊരു അടയാളമാണ്. കാരണം ദേവന്മാർ മിഴികൾ അടച്ചു തുറക്കില്ല. ഈ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണതും ഈ പ്രയോഗം മുഴുവൻ മനുഷ്യന്മാരായി ചെയ്യുക. ഉടനെ തൻ്റെ ഭർത്താവിനെ അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിച്ചപ്പോൾ അവരുടെ പാതിവർത്തിയ ധർമ്മം ആലോചിച്ചുകൊണ്ട് അവർ അത്ഭുതപരതന്ത്രമായിട്ട് നമസ്കരിച്ചു. അങ്ങനെ 2 ദിവസം കൂടിയിട്ട് പോവാം. ആശ്രമത്തിൽ കൂടി നന്നായിട്ട് ഓട്ടടയും പലാരൊക്കെ ഉണ്ടാക്കും. സുകന്യയുടെ കൈപ്പുണ്യമാണേ. എന്തെങ്കിലുമൊക്കെ കുത്തി കണിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മുടെ ഇവിടുത്തെയും ചാപ്പാടൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. അതെ, ഏതായാലും അങ്ങനെ അവർ നോക്കുമ്പോൾ നെല്ലിക്കും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട് അവിടെ. ആശ്രമ മുറ്റത്തെ നെല്ലിയുള്ളവിടെ വെള്ളം ഉണ്ടാവും, നല്ല അശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടാവും. അതാണ്. അതിനൊക്കെ അങ്ങോട്ട് പറിച്ചിട്ട് ഒരു രസായന കൂട്ടം അങ്ങോട്ട് ഉണ്ടാക്കി മഹർഷിക്ക് അങ്ങോട്ട് കൊടുത്തു. അതാണ് ചെവന പ്രാശം. ആള് കുട്ടപ്പനായി. ഇങ്ങനെ ഇരുന്നപ്പോൾ അവരോട് ചോദിച്ചു. 2 ദിവസം താമസിച്ചു. 3-ാം ദിവസം അവർ പോകാൻ ഒരുങ്ങിയപ്പോൾ ചോദിച്ചു, അതെ ദേവവൈദ്യന്മാരെ, നിങ്ങളിപ്പോൾ എനിക്ക് സൗന്ദര്യവും തന്നു, ആരോഗ്യവും തന്നു, കാഴ്ചയും തന്നു, ഞാനൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഈ എന്തെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ട് തിരിച്ചൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് കട. വാങ്ങിയതിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പോൾ എനിക്കെന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്ന് മോഹമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കടങ്കാരനാവും. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ഞാനത് നടത്തി തരാം.
അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വൈദ്യന്മാരെ എന്ന് വിളിച്ച് കളിയാക്കലുണ്ട് ഇന്ദ്രനൊക്കെ. യാഗസ്ഥലത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ പതിവില്ല, ഇങ്ങനെ നിറഞ്ഞിരിക്കും, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റി നിർത്താനും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് യാഗസ്ഥലത്ത് നിന്ന് ഇത്തിരി സോമം സ്വീകരിക്കണം എന്നൊരു മോഹമുണ്ട്. അതിനെന്താ വിരോധം? വഴിയുണ്ടാക്കാം, വൈകില്ല എന്നും പറഞ്ഞു അവരെ പറഞ്ഞയച്ചു. ഇതാണ് മഹാത്മാക്കൾക്ക് ചിന്തിച്ചാൽ മതി, ഇരിക്കുന്നവിടേക്ക് എല്ലാം വന്നോളും അല്ലേ. അങ്ങനെ ആരോ പറഞ്ഞു, 1-2 പാക്കറ്റ് മുട്ടായി ഇന്നലെ കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ശബരിയെ കൊണ്ടേ മക്കളെ കാണുമ്പോൾ അല്ലേ എന്തെങ്കിലും കൊടുക്കണ്ടേ, ശരാ. അപ്പോൾ ഇനിയിപ്പോൾ അവനുണ്ടാവുമോ എന്നറിയില്ല. ഇത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യാന്നൊരു ആലോചന ഉണ്ടായപ്പോഴത്തേക്കേ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു ചിന്ത വന്നപ്പോഴത്തേക്ക് എന്തായി, ശര്യാദി മഹാരാജാവിന് മകളെ കാണാനുള്ളൊരു താല്പര്യം ഉണ്ടായി. നേരെ വന്നപ്പോൾ സുന്ദരനായിട്ടൊരു ഗന്ധർവ യുവാവ് ആശ്രമത്തിൻ്റെ മുറ്റത്തുള്ള പാറയിലിരുന്ന് സൂര്യധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിങ്ങനെ മെഴിച്ചിങ്ങനെ നോക്കി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മകള് പൂച്ചെടി നനയ്ക്കണമുണ്ട്. അദ്ദേഹം ഒന്ന് ഞെട്ടി. ആ ആശ്രമത്തിൻ്റെ മുറ്റത്ത് എത്താറായ ആൾ നേരെ തിരിച്ചു നടന്നു. കാരണം എന്താ, തൻ്റെ മകള് കുലഭ്രംശം വരുന്ന പണി ചെയ്തു, ചതിച്ചു. വയസ്സനാണെങ്കിലും തൻ്റെ മരുവൻ നല്ലൊരുത്തനായിരുന്നു. അച്ഛൻ തിരിച്ചു നടന്നപ്പോൾ ഈ ഷാളിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു രൂപം പോണ് കണ്ടപ്പോൾ നോക്കുമ്പോൾ തൻ്റെ അച്ഛനാണ്. ഓടി ചെന്നു, അച്ഛനെന്താ ഇങ്ങനെ, ഇതാണ് വഴി മാറിയോ നീയെന്നിപ്പോൾ എനിക്കൊരു സംശയം. മൂപ്പരോഗ ആദ്യത്തെ ഡയലോഗാ, നീ വഴി മാറിയോന്ന് എനിക്കൊരു സംശയം. എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്? അല്ല എങ്ങനെ പിന്നെ പറയാ, നീ ആ സ്വാമിയുടെ ബോഡി എന്താ ചെയ്ത്? കുഴിച്ചിട്ടു. പാവം വല്ലതും മനസ്സിലാക്കി. അച്ഛൻ തെറ്റായിട്ടുള്ള ധാരണയിലാണെന്ന് മനസ്സിലായപ്പോൾ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ്റെ മകളല്ലേ ഞാൻ, അങ്ങനെ കുലഭ്രംശം ഉണ്ടാകുന്നൊരു കർമ്മം ഞാൻ ചെയ്യുമോ? അങ്ങനെയല്ലല്ലോ നമ്മളെ വളർത്തിയത് അല്ലേ. ധർമ്മം പഠിപ്പിച്ചിട്ടാണല്ലോ ചെറുപ്പം മുതൽ തന്നെ ആത്മീയ സംസ്കാരവും ധർമ്മബോധവും നമ്മളിൽ തന്നിട്ടുണ്ട്. ഒരിക്കലും ആ കീർത്തിഭ്രംശം ഉണ്ടാവുന്നൊരു കർമ്മം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പുണ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഭഗവാൻ അമ്മയുടെയൊക്കെ ഒരു കാരുണ്യം കൊണ്ട് ദേവവൈദ്യന്മാർ ഇവിടെ വന്നിട്ട് അവർ അത്ഭുതം പ്രവർത്തിച്ചു. അതാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. കരഞ്ഞു സന്തോഷം കൊണ്ടേ. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം സുന്ദരനായിട്ടുള്ള മരുവനെ കിട്ടിയല്ലോ. കാരണം വലിയ സന്തോഷമായി. നേരെ വന്നു. മഹാരാജാവ് മരുവനാവേണ്ട കാര്യമില്ല, തപസ്യല്ലേ, നമസ്കരിച്ചു. എന്താ ഞാനിവിടേക്ക് ഡവറിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അല്ലേ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞയച്ചല്ലേ. അപ്പോൾ ആ അർത്ഥത്തിലല്ല, എന്താ അപ്പം ഞാൻ ചെയ്യേണ്ടതെന്നായി പിന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കായിട്ടൊന്നും ചെയ്യണ്ട, ദേവന്മാർക്ക് വേണ്ടിയിട്ട് സോമം കൊടുക്കാനായി ഒരു യാഗം ചെയ്യണം, അതിനുള്ളൊരു ഏർപ്പാട് ചെയ്താൽ നന്നായി. ഗംഭീരമായിട്ടുള്ള യാഗത്തിനുള്ള ഏർപ്പാട് ചെയ്തു. ആ യാഗസ്ഥലത്ത് വിശിഷ്ടമായിട്ടുള്ള 2 കസേരകൾ, ആസനങ്ങൾ ഒരുക്കി ഇരുത്തി. നാസത്യന്മാരവിടെ വന്നു. ആ ഉയർന്ന കസേരയെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഇന്ദ്രനൊരു പ്രത്യേകതയുണ്ട്. ആര് യാഗം ചെയ്യണമെങ്കിൽ ഇന്ദ്രൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഇന്ദ്രൻ വന്നപ്പോൾ തനിക്കിഷ്ടമില്ലാത്ത 2 ചങ്ങായിമാരവിടെ ഇരിക്കുക. അങ്ങനെയാണ്. അല്ലാതെ ഈ മനസ്സിൽ പകയുണ്ടെങ്കിൽ എന്ത് ക്വാളിറ്റി ഉള്ളവരാണെങ്കിലും വലിയ വിഷമമാണ്. ഇത് സത്സംഗമല്ല കേട്ടോ. പ്രഭാഷണത്ത് മാച്ചോളമുണ്ട്. സുശേഷം ഒരു അനുഭവം പറയാം. നമ്മുടെ നാട്ടിലൊരു കല്യാണം നടക്കുക. നമ്മളും പോയി. ഒരു തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു എഞ്ചിനീയറുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ചെറിയ മകനും അദ്ദേഹം തമ്മിൽ നല്ല വൈരുദ്ധ്യ. അപ്പോൾ ഞങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് പോകുമ്പോൾ അന്ന് ഹാളിലൊന്നുമില്ലല്ലോ, വീട്ടിലല്ലേ നടക്കുക, വധൂഗൃഹത്തിൽ അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു മേശയൊക്കെ ഇട്ടിട്ടുണ്ട്. വെറ്റിലേക്ക് അങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പഴച്ചീർപ്പും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ബന്ധുമ എന്നൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഇതിലിരിക്കണത് ആരാണെന്നറിയോ? ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അത് കണ്ടത് മൂപ്പര് പല്ലരങ്ങി. അതിനൊരു പ്രതികരണം ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്ക് ഒരു പട്ടി അധികം വന്നു. പട്ടി വ്യവസ്ഥയുണ്ടോ നമുക്ക്? നീ ഇരിക്കേണ്ട എവിടെയാണോ ഇരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. പട്ടി ആകെ സങ്കടപ്പെട്ടു. ഇയാളിനെ നോക്കി ആരും എന്നെ ഇതുവരെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് പട്ടി ഓടിയത്. മറ്റേയാൾക്ക് മനസ്സിലായി ഇവൻ എവിടേക്കായി കൊളുത്തിയത് എന്ന്. അദ്ദേഹം വേഗം വേറെ ആളെ ഇരുത്തിയിട്ട് എണീച്ചു പോയി. ഇവൻ്റെ പ്രാക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നെന്താ അറിയോ? ഇഷ്ടക്കുറവുള്ള ആൾ
ഒരു വലിയൊരു സ്ഥാനത്തിരിക്കുന്നത് കണ്ടാൽ മറ്റേരു ഉള്ളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് തുടങ്ങി കൊള്ളരുതാത്തവന്മാരെ വിളിച്ച് വലിയ കസേരയിട്ടിരുത്താൻ ആരങ്ങയോട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരും പറഞ്ഞിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ യാഗം ചെയ്തത്. അങ്ങയ്ക്ക് വേണമെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു യാഗം ഞാൻ നടത്തി തരാം, ഇതിൽ ഇടപെടണ്ട, ഇത് സ്വകാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ആയുധം അങ്ങയുടെ കഴുത്തിൽ അങ്ങോട്ട് കയറും എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഓങ്ങിയതും അദ്ദേഹത്തിൻ്റെ തപോവൈഭവമാണ്. യജ്ഞകുണ്ടത്തിൽ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആ സ്തംഭിച്ചങ്ങോട്ട് നിന്നു. ഇളകാൻ വയ്യ, ഇങ്ങനെയും ഇളകാൻ വയ്യ. അവസാനം നിലവിളി കൂട്ടിയിട്ട് മനസ്സുകൊണ്ട് അജ്ഞാനതിപിരാന്നസ്യ ഞാൻ ഗുരുനാഥനെ വിളിക്കണേ. പാവം ഗുരുനാഥൻ വന്നു. ഇന്ദിര ഇങ്ങനെ പോയിട്ട് ഏടാവടങ്ങളെ ഏണി വെച്ച് പിടിച്ചാൽ എന്താ ചെയ്യുക? അദ്ദേഹം വലിയൊരു തപസ്യാണ്, അദ്ദേഹത്തിനോട് ഒന്നും നടക്കില്ല. സമസ്താപരാധം പറഞ്ഞ് വീണോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇളകാൻ വയ്യ, സാരില്ല, മനസ്സുകൊണ്ട് ക്ഷമാപണം ചെയ്യൂ, അപ്പോൾ ശരീരം ചലിക്കും, അപ്പോൾ വീണോളൂ. അതിനകം ഈ യജ്ഞകുണ്ടത്തിൽ നിന്നൊരു കൃത്തി ഉണ്ടായി. ആ കൃത്തി ഇദ്ദേഹത്തിന് വിഴുങ്ങുന്നുള്ള നില വന്നു. സംസ്ഥാപരാധം പറഞ്ഞ് ചെവനമനുടെ കാൽക്കലങ്ങടെ വീണു. അപ്പോൾ പാവം അദ്ദേഹത്തിന് മനസ്സലിഞ്ഞു. ആ കൃത്തിയെ 4 ഭാഗങ്ങളിൽ വിഭജിച്ച് അദ്ദേഹത്തിനെ മുക്തനാക്കി. അവസാനം ഇന്ദ്രൻ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഞാൻ അങ്ങയുടെ കീർത്തി സമാജത്തിലൊന്ന് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്, തിരുവള്ളക്കേട് ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽക്കാണത്ര ഈ ഇങ്ങനെ നിൽക്കുന്ന എന്തായാലും പറയുക ടേബിളോ അതുണ്ടായത് എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ടേബിളായിട്ട് നിന്ന ആരാ? ഇന്ദ്രനാണെന്ന് പറയാണ്. അങ്ങനെയാണ് ആ കഥകൾ വരുന്നത്. ബാക്കിയുള്ള കഥകൾ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ആ ഊർജ്ജ സംഭരണം നേടിയതിന് ശേഷം വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ.